ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്വിൻസ് വ്ലോഗ് ബൈ അബൻ ഗ്രീഷ്മ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നമ്മ ഇന്ന് പോണത് കിഴക്ക് കയാക്കിങ്ങിലാണ്. ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇത്തിരി വെറൈറ്റി എക്സ്പീരിയൻസ് ആയി. കാരണം ഞാൻ എന്റെ കൊളീഗ്സിനെ പോണത്. അപ്പൊ ഇച്ചിരി ഫൺ കൂടുതലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ കിഴക്ക് കയാക്കിങ്ങിലെ കാഴ്ചകളെ കാണാം. ഷാഫി കയാക്കിങ്ങിന്റെ എക്സ്പീരിയൻസ് ആണോ? എക്സ്പീരിയൻസ് ആണോ? അല്ല. പേടിയുണ്ടോ? ഇല്ല. അമൽ ടോവിനോ? പേടിയുണ്ടോ? പേടിയില്ല. അജീഷ് അജീഷ് പറയൂ, കൈമാറ്റി പറ. പറയിച്ചേ. കയാക്കിങ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ? എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്നിട്ട് പറയാം. അമൽക്കാരന് ജി പറ. നിഷൻ വെള്ളമൊക്കെ പിന്നെ കുടിക്കോ? പറ. എടാ പിന്നെ പാറാട നിശാനെ പേടിയുണ്ടോ? ആദ്യത്തേത് ഷിബാസ് ചട്ടൂസ് പറയൂ. എക്സൈറ്റഡ് ആണോ? താല്പര്യമില്ലാണ്ട് വെറുതെ വന്നേനാണോ? കിടന്നുറങ്ങിക്കുന്ന ഡ്രസ് എടുക്കണ്ടേ? ഡ്രസ് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഈ മൊബൈൽ ക്യാമറ ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ബാഗ്, ലൈഫ് ജാക്കറ്റ്, പിന്നെ കയാക്കിങ്ങും സ്റ്റാൻഡപ്പ് പെടലൊക്കെ ഉള്ള സ്റ്റോർ റൂമിൽ നമുക്ക് കയറിയിട്ട് എല്ലാം എടുക്കാം. പിന്നെ അവിടെ നിന്നൊരു ഫോം വരും. ആ ഫോം ഫില്ല് ചെയ്തിട്ട് അവരെ തന്നെ തിരിച്ചേൽപ്പിക്കുക. പിന്നെ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ട്രെയിനിങ് സെഷൻ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കുള്ളൂ. ഈ കമ്പുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് മേത്ത് കൊള്ളുമ്പോൾ നിങ്ങൾ ഇപ്പുറത്തേക്ക് ചരിയും. അപ്പോഴാണ് മറിഞ്ഞു വീഴുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് റിവേഴ്സ് ചെയ്യും. അല്ലെങ്കിൽ വേറെ കൈയൊക്കെ ചരിഞ്ഞിരിക്കുമ്പോൾ നിങ്ങളോട് നല്ലത്. അവിടുത്തെ ഗൈഡ് പറയണ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്ക് കയാക്കിങ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും റിസ്ക്കും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ തോടിലൂടെ ആയിരിക്കും ട്രെയിനിങ് പോണത്. അപ്പൊ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. കാരണം അധികം ടെൻഷൻ ഇല്ലാണ്ട് ചില്ലായിട്ട് കയാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സൺറൈസ് കാണുന്ന വെച്ചാൽ അറിയാലോ, നമ്മൾ കാണാൻ വേണ്ടി പോകുമ്പോൾ ലക്ക് ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം വിചാരിച്ചത് നമുക്ക് സൺറൈസ് കിട്ടില്ല എന്നാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് സൺറൈസ് ഒക്കെ കിട്ടി. സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആ ചെറിയ തോടിൽ നിന്ന് വലിയ പുഴയിലേക്ക്, അതായത് നമ്മുടെ മൂവാറ്റുപുഴ ആറിലേക്കാണ് കയറുന്നത്. ആറിൽ കയറുമ്പോൾ ഈ പാലമുണ്ട്. ഈ പാലത്തിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ആ വ്യൂ കണ്ട് നമ്മ കയാക്കിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ പാലത്തിന്റെ അവിടെ തന്നെ ഇവര് ചായ കോഫിയൊക്കെ അറേഞ്ച് ചെയ്തു. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. ആ ചേച്ചി എന്തോ ആക്സിഡന്റ് ആയിട്ട് ഇരിക്കണോണ്ട് നമുക്ക് ആ ചായ കുടിക്കാൻ പറ്റില്ല.
നമ്മ വലിയ കായലിൽ നിന്ന് തുഴഞ്ഞ് ഇനി ചെറിയ തോടുകളിലൂടെ കണ്ട പോകണം. എല്ലാം കൂടി ഇങ്ങനെ ഇടിച്ചിടിച്ചിരിക്കും. അതുപോലെ നമ്മൾ ബാക്കിൽ വരുമ്പോൾ പുള്ളിക്ക് ടെൻഷനാവും ഫ്രണ്ടിൽ പോകുന്ന ആൾ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പാഡൽ ചെയ്ത് വന്നിട്ട് പാഡല് നേരെ വെക്കുക. പാഡല് നേരെ വെച്ചിട്ട് മുട്ട് മടക്കിയിട്ട് മുമ്പോട്ട് ഇരിക്കുകയാണെങ്കിൽ പുറകോട്ട് ഇങ്ങനെ കിടക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ കൈ മുകളിൽ വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇടിക്കുമല്ലോ തല. അപ്പൊ നിങ്ങൾക്ക് തള്ളു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുമ്പോട്ട് കയറിയിരുന്നു. മുമ്പോട്ട് കയറിയിരുന്നു. അതിന്റെ ഉള്ളിൽ ചേർന്ന് കിടക്കാൻ പറ്റും കയറിയിരുന്ന. ആ സാധനം മുകളിൽ കൊണ്ടുവരും. ഞാൻ നോക്കാം. കൈ വെച്ചാൽ മതി. ചേട്ടൻ മേലിലേക്ക് നോക്കിക്കേ. എല്ലാവർക്കും പോകാൻ പറ്റും. ശരിക്കും ഏറ്റവും കിടിലൻ വ്യൂ കിട്ടുന്നത് നമുക്ക് ഈ ചെറിയ വഴി കൂടി കയറുമ്പോഴാട്ടാ. ആദ്യത്തെ പാലം ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നെങ്കിലും പിന്നെ അത് ഒരു ശീലം മാറി. പിന്നെ ഒരു 3-4 പാലം ഉണ്ട് കിടക്കാൻ വേണ്ടി. എല്ലാം ഈസി ആയിട്ട് തന്നെ കിടക്കാൻ പറ്റി. ഈ വഴി കൂടി പോകുമ്പോഴുള്ള ഭംഗിയില്ലേ, അപ്പുറത്തും ഇപ്പുറത്തും വീടും ആ വീടിൻ്റെ പതുക്കെ കെട്ടിയിട്ടാണ് വഞ്ചികളും. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ശരിക്കും ഈ സൺറൈസിൻ്റെ ക്ലിപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെറിയ വഴികളാണ് നമുക്ക് കയാക്കിങ്ങിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് സമ്മാനിക്കുന്നത്. അത് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കിടക്കണുണ്ട് അപ്പം നമ്മുടെ ലാസ്റ്റത്തെ പാലം. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മിനി കയറുന്നത് ആ വലിയ കായലിലേക്ക് തിരിച്ച് കയറുന്നത്. അപ്പോൾ ഒരു യൂ ടേൺ പോലെ എടുത്ത് വന്നിട്ട് നമ്മൾ തിരിച്ചിനി സ്റ്റാർട്ടിങ് പോയിന്റിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒഴുക്കിൻ്റെ എതിർവശത്തേക്കാണ് നമ്മളിപ്പോൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. വരുമ്പോൾ ഈസി ആയിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും തിരിച്ച് നമ്മൾ ഈ ഫിനിഷിങ് പോയിന്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേനും നമ്മുടെ മൈൻഡ് ഫുള്ള് പോസിറ്റീവ്നെസ് ആയിരിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകതയും ഇവിടുത്തെ മാജിക്കും. കിഴക്ക് കയാക്കിങ്ങിൽ ഇതെൻ്റെ 3rd ടൈം എക്സ്പീരിയൻസ് ആണ്. എനിക്കൊരിക്കൽ പോലും ബോറടിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ വന്നാലും നിങ്ങൾക്കും ബോറടിക്കില്ല. കാരണം ഇവിടുത്തെ കാഴ്ചകൾ എപ്പോഴും പുതുമ തന്നിട്ടുള്ളൂ. അപ്പോൾ ഡു വിസിറ്റ് കിഴക്ക് കയാക്കിങ്. ദാറ്റ്സ് ഓൾ ഫ്രോം ട്വിൻസ് വ്ലോഗ് ബൈ അബി ആൻഡ് ഗ്രീഷ്മ.